നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ഭാര്യയെ മർദ്ദിച്ച സംഭവത്തിൽ BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് ശ്രീകുമാറിനെതിരെ കേസെടുത്തു. സമാനതകളില്ലാത്ത ക്രൂരതയാണ് നേരിട്ടതെന്ന് മർദ്ദനത്തിനിരയായ പ്രിയങ്ക. ശ്രീകുമാറിനെതിരെ ഭാര്യ ഉന്നയിച്ച ആരോപണം ഗൗരവകരമെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങളുടെ ആവശ്യങ്ങൾക്കായി റീറ്റെയിൽ പമ്പുകളിൽ നിന്ന് പെട്രോളും ഡീസലും വാങ്ങുന്നത് കേന്ദ്ര സർക്കാർ വിലക്കി. 90 ദിവസത്തേക്കാണ് നിയന്ത്രണം. വിപണിയിൽ മാട്ടിറച്ചി ക്ഷാമം രൂക്ഷം. ഇറച്ചി വിലയും ഉയരുന്നു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മാടുകളുടെ വരവ് കുറഞ്ഞു. ജില്ലയിൽ തെരുവുനായ ആക്രമണം. ചാഴൂരിലും മുള്ളൂർക്കരയിലും തെരുവുനായ ആക്രമണത്തിൽ 9 പേർക്ക് പരിക്കേറ്റു. മാള അണ്ണല്ലൂരിൽ 3 പേരെ കടിച്ച തെരുവുനായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. പൂങ്കുന്നത്ത് മലമ്പാമ്പൻ കുഞ്ഞുങ്ങളെ കിട്ടിയ വീട്ടിൽ വീണ്ടും തിരച്ചിൽ നടത്തി. മതിൽ പൊളിച്ചു നടത്തിയ തിരച്ചിലിൽ 22 പാമ്പൻ മുട്ടകൾ കണ്ടെത്തി. ആതിഥേയ കാനഡയും USA-യും ലോകകപ്പ് ഫുട്ബോളിൽ ആദ്യ മത്സരത്തിനിറങ്ങുന്നു. ശനിയാഴ്ച പുലർച്ചെ 12:30 കാനഡ ബോസ്നിയയുമായി ഏറ്റുമുട്ടും. പുല്ലഴി KLDC കനാലിലെ ചണ്ടിയും കുളവാഴിയും നീക്കൽ പ്രഹസനമാകുന്നു. MLA രാജൻ പല്ലന്റെ ഇടപെടലിനെ തുടർന്നാണ് ചണ്ടി നീക്കം തുടങ്ങിയത്. വാർത്തകളിലേക്ക് വിശദമായി. ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് ശ്രീകുമാറിനെതിരെ കേസ്. സമാനതകളില്ലാത്ത ക്രൂരതയാണ് നേരിട്ടതെന്ന് മർദ്ദനത്തിനിരയായ ഭാര്യ പ്രിയങ്ക പറഞ്ഞു. തൃശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാറിനെതിരെയാണ് വധശ്രമം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തി മതിലകം പോലീസ് കേസെടുത്തത്. തന്നെ ക്രൂരമായി മർദ്ദിച്ചെന്നും കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നുമുള്ള ഭാര്യയുടെ പരാതിയിലാണ് നടപടി. വീട്ടിലേക്ക് വൈകിയെത്തിയെന്ന് പറഞ്ഞ് ശ്രീകുമാർ മർദ്ദിച്ചെന്നാണ് ഭാര്യ പരാതി നൽകിയിട്ടുള്ളത്. വൈകിയെത്താൻ ഇതെന്താ സത്രമാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഇരുകരണത്തും വീശിയടിക്കുകയും മുടിക്കുത്തിന് പിടിച്ച് തല ഭിത്തിയിലിടിക്കുകയും ചെയ്തെന്നും നേരിട്ടത് സമാനതകളില്ലാത്ത ക്രൂരതയെന്നും ശ്രീകുമാറിന്റെ ഭാര്യ പ്രിയങ്ക പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ ചോദ്യം ചെയ്യണ്ടായി, ഞാൻ എന്തുകൊണ്ട് വൈകി എന്നുള്ള ചോദിച്ച് അങ്ങനെ ചോദിക്കല്ല, പെട്ടെന്നൊരു ആക്രമണമാണ് ഉണ്ടായത്. എന്തിന് അപ്പം എന്നെ ഉപദ്രവിക്കണ്ടായിരുന്നു. മുഖത്തടിച്ച്, മുടി പിടിച്ച് വലിച്ച് മർദ്ദിച്ച്, ഭിത്തിയിലടിക്കാൻ ശ്രമിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്തത്. അതിനെ തുടർന്ന് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിലേക്ക് 108 വിളിച്ചിട്ടാണ് ഞാൻ പോയത്. ആംബുലൻസ് വിളിച്ച് ഞാൻ എൻ്റെ ചെറിയ മോനെയും കൊണ്ടാണ് പോയത്. അവിടെ ചെന്നപ്പോൾ ഹോസ്പിറ്റലിൽ ആളുടെ ഹസ്ബൻഡിൻ്റെ പാർട്ടിയിലുള്ള പ്രവർത്തകനുണ്ടായിരുന്നു. ഡോക്ടറും ഒരു എന്താ പറയുക, ഒരു മാനസിക പരിഗണന ഇല്ലാത്ത വിധത്തിലുള്ള ഒരു പെരുമാറ്റമായിരുന്നു ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായത്. കൊടുങ്ങല്ലൂർ ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിലാണ് പോയത്. ഡോക്ടർ അഭിരാം. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ മതിലകം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ഭർത്താവിന്റെ ക്രൂരമർദ്ദനമേറ്റതിന് പിന്നാലെ പ്രിയങ്ക കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. എന്നാൽ BJP നേതാക്കളുടെ സമ്മർദ്ദം മൂലം ഡോക്ടർ തനിക്കേറ്റ മർദ്ദനം കാര്യമായി എടുത്തില്ലെന്നും പ്രിയങ്ക ആരോപിച്ചു. സംഭവത്തിന് പിന്നാലെ പ്രിയങ്കയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് മതിലകം പോലീസ് കേസെടുത്തിരിക്കുന്നത്. TCV കയ്പമംഗലം. ആരോപണങ്ങൾ തള്ളി BJP തൃശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ. ചെറിയൊരു കുടുംബ വിഷയത്തെ പർവ്വതീകരിച്ച് രാഷ്ട്രീയ ലാഭത്തിനായി അപകീർത്തികരമായ വ്യക്തിഹത്യ നടത്തുകയും അതിനെ ആഘോഷമാക്കി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് തീർത്തും പ്രതിഷേധാർഹമാണെന്ന് ശ്രീകുമാർ പ്രസ്താവനയിൽ പറഞ്ഞു. എതിരാളികളെ ആശയപരമായി നേരിടുന്നതിന് പകരം വ്യക്തിപരമായ വിഷയങ്ങൾ വലിച്ചിഴച്ച് അപമാനിക്കുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്നും ശ്രീകുമാർ പറഞ്ഞു. BJP നേതാവ് ശ്രീകുമാറിനെതിരെ ഭാര്യ ഉന്നയിച്ച ആരോപണം ഗൗരവകരമെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. തൃശൂരിൽ TCVയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇക്കാര്യത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ പ്രതികരണം വ്യക്തമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ശ്രീകുമാറിന്റെ ഭാര്യ പ്രിയങ്ക മന്ത്രി OJ ജനീഷിനോട് പരാതി പറഞ്ഞിട്ടും ഇടപെട്ടില്ല എന്ന ആരോപണവും ഗൗരവമുള്ളതാണ്. ഇത് സത്യപ്രതിജ്ഞാ ലംഘനമാണ്. മന്ത്രിയും മുഖ്യമന്ത്രിയും ഇക്കാര്യത്തിൽ പ്രതികരിക്കണമെന്നും അബ്ദുൽ ഖാദർ പറഞ്ഞു. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇക്കാര്യത്തിലുള്ള പ്രതികരണം വ്യക്തമാക്കണം എന്ന് CPIM ആവശ്യപ്പെടുകയാണ്. കാരണം ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പ്രതികരിക്കുന്ന BJP സ്വന്തം പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന ആരോപണത്തെക്കുറിച്ച് മിണ്ടാതിരിക്കുന്നത് വളരെ വിചിത്രമായൊരു കാര്യമാണ്. അതാണ് ഒരു കാര്യം പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ശ്രീകുമാറിൻ്റെ ഭാര്യ പ്രിയങ്ക ഉന്നയിച്ച ഒരു ആരോപണം മന്ത്രിയായിട്ടുള്ള ശ്രീ OJ ജനീഷ്
താനിങ്ങനെ തൻ്റെ അവസ്ഥ തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന കാര്യം മന്ത്രിയോട് പറഞ്ഞിട്ടും അവർ ഇടപെട്ടില്ല, മന്ത്രി ഇടപെട്ടില്ല എന്നുള്ളതാണ് അവരുടെ ആരോപണം. അത് വളരെ ഗൗരവപ്പെട്ടതാണ്. ഒരു സ്ത്രീ ഒരു മന്ത്രിയോട്, ഒരു ജനപ്രതിനിധിയോട് ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചിട്ട് അദ്ദേഹം അക്കാര്യത്തിൽ വേണ്ട രീതിയിൽ പ്രതികരിച്ചില്ല, നിലപാട് സ്വീകരിച്ചില്ല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സത്യപ്രതിജ്ഞാ ലംഘനം കൂടിയാണ്. ഇത്തരത്തിൽ മന്ത്രി ജനീഷ് പീഡനമേറ്റ സ്ത്രീക്ക് അനുകൂലമായി പ്രതികരിക്കാതിരുന്നത് ശ്രീകുമാറിൻ്റെ പാർട്ടിയും മന്ത്രി ജനീഷും തമ്മിലുള്ള അവിശുദ്ധ സഖ്യത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ്. കൊടുങ്ങല്ലൂരിൽ നേരത്തെ ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ വലിയ തോതിലുള്ള വോട്ട് കുറവാണ് ഇത്തവണ NDAക്ക് BJPക്ക് ലഭിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അത് UDFുമായിട്ടുണ്ടാക്കിയ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ട് വോട്ട് അപ്പുറത്ത് പ്ലസ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ നന്ദി സൂചകമായിട്ടാവാം മന്ത്രി ജനീഷ് ഇക്കാര്യത്തിൽ ശ്രീകുമാറിൻ്റെ ഭാര്യയുടെ പരാതിയിൽ നടപടി സ്വീകരിക്കാതിരുന്നത് എന്ന് കരുതപ്പെടുന്നു. അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ്. മന്ത്രിയും മുഖ്യമന്ത്രിയും ഇക്കാര്യത്തിൽ പ്രതികരിക്കണം എന്നുകൂടി ആവശ്യപ്പെടുകയാണ്. ഭാര്യയെ വധിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിയായ BJP തൃശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാറിനെ സംരക്ഷിക്കുന്നതിലൂടെ BJP നേതൃത്വത്തിന്റെ നാരീശക്തി വന്ദൻ നിലപാടിലെ പൊള്ളത്തരം പുറത്തു വന്നിരിക്കുകയാണെന്ന് KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ. ഉത്തരേന്ത്യൻ മോഡൽ ഗുണ്ടാരാജ് രാഷ്ട്രീയത്തിലൂടെ സംസ്ഥാനത്ത് കളം പിടിക്കാനുള്ള സംഘപരിവാറിന്റെ ശ്രമങ്ങൾ മതേതര ജനാധിപത്യ കേരളം തിരിച്ചറിയണമെന്നും ജോൺ ഡാനിയൽ ആവശ്യപ്പെട്ടു. ഭാര്യയുടെ പരാതിയിൽ വധശ്രമത്തിന് കേസെടുത്ത BJP തൃശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് AYF കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മതിലകത്ത് പ്രകടനം നടത്തി. പ്രതിഷേധ യോഗം AYF ജില്ലാ വൈസ് പ്രസിഡന്റ് CK ശ്രീരാജ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KM അനോഗ് അധ്യക്ഷനായി. സെക്രട്ടറി KA ഷിഹാബ്, CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം KA അഖിലേഷ്, AYF മേഖലാ പ്രസിഡന്റ് അക്തർ ഷാ എന്നിവർ സംസാരിച്ചു. വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങളുടെ ആവശ്യങ്ങൾക്കായി റീറ്റെയിൽ പമ്പുകളിൽ നിന്ന് പെട്രോളും ഡീസലും വാങ്ങുന്നത് കേന്ദ്ര സർക്കാർ വിലക്കി. 90 ദിവസത്തേക്കാണ് നിയന്ത്രണം. പൊതുജനങ്ങൾക്കുള്ള ഇന്ധന വിതരണം സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നിയന്ത്രണം. തുടക്കത്തിൽ 90 ദിവസത്തേക്കാണ് വിലക്കെങ്കിലും ആവശ്യമെങ്കിൽ ഇത് നീട്ടിയേക്കാം. റീറ്റെയിൽ പമ്പുകളിലെ കുറഞ്ഞ വിലയുടെ ആനുകൂല്യം മുതലെടുത്ത് വൻകിട ഉപഭോക്താക്കൾ പമ്പുകളിൽ നിന്ന് വൻതോതിൽ ഇന്ധനം വാങ്ങുന്നത് വർദ്ധിച്ച സാഹചര്യത്തിലാണ് സർക്കാരിന്റെ ഇടപെടൽ. പുതിയ ഉത്തരവ് പ്രകാരം വ്യാവസായിക യൂണിറ്റുകൾ, വാണിജ്യ സ്ഥാപനങ്ങൾ, മറ്റു വലിയ സ്ഥാപനങ്ങൾ എന്നിവർക്ക് പെട്രോൾ പമ്പുകളിൽ നിന്ന് ഇനി ഇന്ധനം വാങ്ങാൻ കഴിയില്ല. പകരം അംഗീകൃത ബൾക്ക് സപ്ലൈ സംവിധാനങ്ങൾ വഴിയോ സ്വന്തം കൺസ്യൂമർ പമ്പുകൾ വഴിയോ ഇന്ധനം കണ്ടെത്തണം. റീറ്റെയിൽ ബൾക്ക് വിലകൾ തമ്മിലുള്ള വലിയ വ്യത്യാസം കാരണം വൻകിടക്കാർ പമ്പുകളെ ആശ്രയിക്കുന്നത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പെട്രോളിന്റെയും ഡീസലിന്റെയും വിൽപ്പനയിൽ അസാധാരണമായ വർധനവിന് കാരണമായതായി സർക്കാർ വിലയിരുത്തുന്നു. റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ നിന്ന് ഡീസൽ വാങ്ങുന്നതിനും പുതിയ വ്യവസ്ഥകൾ കൊണ്ടുവന്നിട്ടുണ്ട്. വാഹനങ്ങളുടെ ഇന്ധന ടാങ്കുകളിലേക്കോ പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ അംഗീകരിച്ച പ്രത്യേക പാത്രങ്ങളിലേക്കോ മാത്രമേ ഇനി ഡീസൽ നൽകൂ. ഒരു ഉപഭോക്താവിനോ അല്ലെങ്കിൽ ഒരു വാഹനത്തിനോ പ്രതിദിനം പരമാവധി 200 ലിറ്റർ ഡീസൽ മാത്രമേ ലഭിക്കൂ. ഇങ്ങനെ വാങ്ങുന്ന ഡീസൽ യാതൊരു കാരണവശാലും മറിച്ചു വിൽക്കാൻ പാടില്ല. ന്യൂസ് ഡെസ്ക് TCV. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും
SJ Gold and Diamondsൽ നിന്നും. SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. വിപണിയിൽ മാട്ടിറച്ചി ക്ഷാമം രൂക്ഷം, ഇറച്ചി വിലയും ഉയരുകയാണ്. 1 കിലോ ബീഫിന് 500 രൂപയായി തൃശൂർ നഗരത്തിലെ റീറ്റെയിൽ വില. ഹോൾസെയിൽ വില 440 രൂപയാണ്. അയൽ സംസ്ഥാനങ്ങളിൽ ഗോവധ നിരോധനവും നിയന്ത്രണങ്ങളും കർശനമാക്കിയപ്പോൾ ബീഫ് ക്ഷാമം രൂക്ഷമായതാണ് വില കയറാനിടയാക്കിയത്. വരും ദിവസങ്ങളിൽ പ്രതിസന്ധി രൂക്ഷമാകുമെന്നാണ് വ്യാപാരികൾ നൽകുന്ന സൂചന. കഴിഞ്ഞ 1 മാസമായി മാടുകളെ കൊണ്ടുവരുന്നതിൽ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. വില കൂടിയതിനാൽ കച്ചവടം കുറയുകയും പല ഇറച്ചിക്കടകളും അടച്ചിടേണ്ട അവസ്ഥയിലേക്ക് നീങ്ങുകയുമാണെന്ന് വ്യാപാരികൾ പറഞ്ഞു. കേരളത്തിൽ മാടുകളുടെ ഉൽപ്പാദനം കുറവായതിനാൽ ഒറീസ, കർണാടക, ആന്ധ്രാപ്രദേശ് തുടങ്ങിയയിടങ്ങളിൽ നിന്നാണ് മാടുകളെ കൊണ്ടുവരുന്നത്. ചെക്ക് പോസ്റ്റുകളിലെ ഔദ്യോഗിക പരിശോധനകളെക്കാൾ വ്യാപാരികളെ ഭയപ്പെടുത്തുന്നത് വിജനമായ വഴികളിൽ വെച്ചുണ്ടാകുന്ന ഗുണ്ടാ ഭീഷണികളാണ്. മാടുകളുമായി വരുന്ന വാഹനങ്ങൾ തടഞ്ഞു നിർത്തുക, പണം തട്ടിപ്പറിക്കുക, വണ്ടികൾ നശിപ്പിക്കുക, ജീവനക്കാരെ ഉപദ്രവിക്കുക തുടങ്ങിയവ പതിവായിരിക്കുകയാണ്. ഇതുമൂലം ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് മാടുകളെ കൊണ്ടുവരുന്നവർക്കുണ്ടാകുന്നത്. ജീവനും സ്വത്തിനും ഭീഷണിയുള്ള സാഹചര്യത്തിൽ ഇങ്ങോട്ട് ലോഡുകൾ എടുക്കാൻ പോലും തയ്യാറാകാത്ത സ്ഥിതിയുമുണ്ട്. കേരളത്തിൽ വളർത്തുന്ന മാടുകളുടെ എണ്ണം തീരെ കുറവാണ്. ഉള്ളവയ്ക്ക് വലിയ വില കൊടുക്കേണ്ടി വരുന്നതിനാൽ വ്യാപാരികൾ ആശ്രയിക്കുന്നത് ഇതര സംസ്ഥാന വിപണികളെയാണ്. മാടുകളെ സുരക്ഷിതമായും അമിത ചിലവുകളില്ലാതെയും എത്തിക്കുന്ന സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ കേരളത്തിൽ മാട്ടിറച്ചിക്കടകൾ അടച്ചിടേണ്ടി വരുന്ന നാളുകൾ വിദൂരമല്ല. TCV തൃശൂർ. പഴുവിലിൽ തെരുവ് നായയുടെ ആക്രമണം, 10ഓളം പേർക്ക് നായയുടെ കടിയേറ്റു. പരിക്കേറ്റവർ ആശുപത്രിയിൽ ചികിത്സ തേടി. ഒരേ നായ തന്നെയാണ് എല്ലാവരെയും കടിച്ചത്. നായയെ പിന്നീട് ചത്ത നിലയിൽ കണ്ടെത്തി. മുള്ളൂർക്കര കണ്ണമ്പാറയിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ 5 പേർക്ക് കടിയേറ്റു. പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസമാണ് 5 പേരെയും വീട്ടിൽ കയറി തെരുവുനായ ആക്രമിച്ചത്. കുന്നത്ത് പീടികയിൽ വീട്ടിൽ സുഹൈനത്ത്, ചെരുവിൽ വീട്ടിൽ സത്യവതി, കൊടുക്കപ്പറമ്പിൽ വീട്ടിൽ ഉമ്മർ, വലിയപറമ്പിൽ വീട്ടിൽ അശോകൻ, മങ്ങാട്ട് ഞാലിൽ വീട്ടിൽ ഗോപാലൻ എന്നിവരെയാണ് തെരുവുനായ ആക്രമിച്ചത്. സുഹൈനത്തിന്റെ പരിക്ക് സാരമുള്ളതാണ്. മേഖലയിൽ തെരുവുനായ്ക്കളുടെ ആക്രമണം പതിവാണ്. 2 ആഴ്ച മുൻപ് വീട്ടമ്മയെയും നിരവധി നാൽക്കാലികളെയും തെരുവുനായ ആക്രമിച്ചിരുന്നു. തെരുവുനായ്ക്കളെ പിടികൂടുന്നതിന് പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മാള അണ്ണല്ലൂരിൽ 3 പേരെ കടിച്ച തെരുവുനായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. മാള ബ്ലോക്ക് വെറ്റിനറി ആശുപത്രിയിലെ കൂട്ടിനുള്ളിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന നായ വെള്ളിയാഴ്ച രാവിലെ ചത്തിരുന്നു. മണ്ണുത്തി വെറ്റിനറി കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. പൂങ്കുന്നം സ്വദേശി കാർത്തികിനും കുടുംബത്തിനും ഇനി പാമ്പുകളെ പേടിക്കാതെ വീട്ടിൽ സ്വസ്ഥമായി കിടന്നുറങ്ങാം. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി പാമ്പ് പേടിയിൽ കഴിഞ്ഞിരുന്ന കാർത്തികിന്റെ വീട്ടിൽ നിന്ന് ഇതുവരെ 20 മലമ്പാമ്പൻ കുഞ്ഞുങ്ങളെയാണ് പിടികൂടിയത്. പൂങ്കുന്നം സീതാറാം മില്ലൈൻ MG നഗറിൽ താമസിക്കുന്ന കൃഷ്ണനിലയം കാർത്തികിന്റെ കുടുംബത്തിനാണ് ഇപ്പോൾ പാമ്പ് പേടിയിൽ നിന്നും ആശ്വാസമായത്. വീട്ടുമുറ്റത്തുണ്ടായിരുന്ന മരത്തിന്റെ വിണ്ടുകീറിയ തറയിൽ നിന്നാണ് വിരിഞ്ഞിറങ്ങിയ പാമ്പിൻ കുഞ്ഞുങ്ങൾ ഒന്നൊന്നായി പുറത്തു വന്നിരുന്നത്. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി കാർത്തികിന്റെ വീട്ടുമുറ്റത്തു നിന്നും മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനങ്ങളിൽ നിന്നുമായി 20 മലമ്പാമ്പിൻ കുഞ്ഞുങ്ങളെ പിടികൂടി. പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ 2 എണ്ണം സമീപത്തെ തോട്ടിലേക്ക് രക്ഷപ്പെട്ടിരുന്നു. വീടിന് പരിസരത്ത് ഇനിയും പാമ്പിൻ കുഞ്ഞുങ്ങൾ ഉണ്ടോയെന്നറിയാൻ വീട്ടുമുറ്റത്തെ തറയും മതിലും വെള്ളിയാഴ്ച രാവിലെ JCB ഉപയോഗിച്ച് പൊളിച്ചു നടത്തിയ പരിശോധനയിൽ പാമ്പുകളെയൊന്നും കണ്ടെത്തിയില്ലെങ്കിലും വിരിഞ്ഞ 22 പാമ്പിൻ മുട്ടകൾ കണ്ടെത്തിയതോടെ വീട്ടുകാർക്കും റെസ്ക്യൂ സംഘത്തിനും ആശ്വാസമായി. ഇനി ഇവിടെ കൂടുതൽ പാമ്പിൻ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ലെന്നും മുട്ട വിരിഞ്ഞ കുഞ്ഞുങ്ങളെല്ലാം കണ്ടെത്തിയതായും വനംവകുപ്പ് റെസ്ക്യൂ ജീവനക്കാരൻ ടൈറ്റസും ഇനി പാമ്പിനെ ഭയക്കാതെ വീട്ടിൽ കിടന്നുറങ്ങാമെന്ന് വീട്ടുടമ കാർത്തിക്കും പറയുന്നു. ഇപ്പോൾ കിട്ടിയെടുക്കുന്നത് 22 മുട്ട കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ നിന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഇവിടെ വലിയൊരു മണ്ണിങ്ങനെ പോയിട്ടുള്ള സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ 22 മുട്ട കിട്ടിയിട്ടുണ്ട്. 20 കുട്ടികൾ നമ്മൾ എടുത്തു. ഇതിന് മുന്നേ വേറെ റെസ്ക്യൂവർ വാച്ചർ വന്നിട്ടുണ്ടായിരുന്നു, അവരൊരു കുറച്ചെടുത്തു. പിന്നെ ഇന്നലെയാണ് ഞാൻ 6 എണ്ണം എടുത്തത്. അതിൽ മൊത്തം ഒരു 20 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 എണ്ണം മിസ്സിങ്ങാണ്. ആദ്യം 2 മലമ്പാമ്പിൻ്റെ കുട്ടികൾ ചാടിപ്പോയി എന്ന് പറഞ്ഞു. അപ്പോൾ കറക്റ്റാ മുട്ടയും 10 ഉണ്ടായിരുന്നു. 10 കണ്ടു, 8 കൊണ്ടുപോകാൻ പറ്റിയത് മനോജ്. അന്ന് 8 കൊണ്ട് ബാക്കി 2 അങ്ങ് ചാടിപ്പോയിട്ടായിരുന്നു. മൊത്തം 20 2 എക്സ്ട്രാ പോയി, 2 എക്സ്ട്രാ മിസ്സിങ് ആയത് പോയത്. ആൾ പറഞ്ഞ കണക്ക് വെച്ച് കറക്റ്റായിട്ട് കിട്ടി. ഇനിയിപ്പോൾ ധൈര്യമായിട്ട് വീട്ടിലിരിക്കാമല്ലോ. അതെ, അതിലൊരു ആശ്വാസമായി. MLA രാജൻ ജെ പല്ലൻ, ഡിവിഷൻ കൗൺസിലർ അഞ്ജലി മേനോൻ, തഹസിൽദാർ എന്നിവരുൾപ്പെടെയുള്ളവർ വീട്ടിലെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ സമീപ പ്രദേശങ്ങളിൽ നിന്നും മലമ്പാമ്പുകളെ പിടികൂടിയിരുന്നതിനാൽ ഇനി ഭയപ്പെടേണ്ടതില്ലെന്ന ആശ്വാസത്തിലാണ് കാർത്തികിന്റെ കുടുംബവും പ്രദേശവാസികളും. TCV തൃശൂർ. ആതിഥേയരായ കാനഡയും USA ലോകകപ്പ് ഫുട്ബോളിൽ ആദ്യ മത്സരത്തിനിറങ്ങുന്നു. ശനിയാഴ്ച പുലർച്ചെ 12:30 കാനഡ ബോസ്നിയയുമായി ഏറ്റുമുട്ടും.
പുലർച്ചെ 6:30 നടക്കുന്ന മത്സരത്തിൽ USA പരാഗ്വേയാണ് എതിരാളികൾ. ലോകകപ്പിൽ 3-ാം തവണയാണ് കാനഡ കളത്തിലിറങ്ങുന്നത്. 3 തവണയെ 6 മത്സരം കളിച്ചെങ്കിലും ഒന്നിൽ പോലും ജയിക്കാനായിട്ടില്ല. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ലോകകപ്പിൽ തിരിച്ചെത്തുന്ന ബോസ്നിയ നോക്കൌട്ട് മോഹിച്ചാണ് കളത്തിലിറങ്ങുന്നത്. അവസാന മത്സരത്തിൽ സെനഗലിനെ തോൽപ്പിച്ചെത്തുന്ന USAയും ആത്മവിശ്വാസത്തിലാണ്. പുല്ലഴി KLDC കനാലിലെ ചണ്ടിയും കുളവാഴിയും നീക്കൽ പ്രഹസനമാകുന്നു. MLA രാജൻ പല്ലന്റെ ഇടപെടലിനെ തുടർന്നാണ് ചണ്ടി നീക്കം തുടങ്ങിയത്. തൃശൂർ നഗരപരിധിയിലുണ്ടാകുന്ന വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് മഴക്കാലത്തിന് മുന്നോടിയായി പുല്ലഴി KLDC കനാലിലെ ചണ്ടിയും കുളവാഴിയും ഇറിഗേഷൻ വകുപ്പ് അധികൃതരുടെ നേതൃത്വത്തിൽ വൃത്തിയാക്കാറുണ്ട്. എന്നാൽ ഇത്തവണ അതുണ്ടായില്ല. ഇതോടെ കുറിഞ്ഞാക്കൽ, പുഴയ്ക്കൽ, പുല്ലഴി, ചെറിയ പാലം, വലിയ പാലം എന്നിവിടങ്ങളിലെല്ലാം കനാലിൽ ചണ്ടിയും കുളവാഴിയും നിറഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ടു. ഇത് സംബന്ധിച്ച് TCV വാർത്ത നൽകിയിരുന്നു. തുടർന്ന് മേയറും ജില്ലാ കളക്ടറും അടക്കമുള്ള സംഘം സ്ഥലം സന്ദർശിച്ച് അടിയന്തരമായി ചണ്ടിയും കുളവാഴിയും നീക്കാൻ ഇറിഗേഷൻ അധികൃതർക്ക് നിർദ്ദേശം നൽകി. പക്ഷേ ഫണ്ടില്ലെന്ന് പറഞ്ഞ് KLDC അധികൃതർ കൈയൊഴിഞ്ഞു. സ്ഥലം MLA ആയ രാജൻ ജെ പല്ലൻ കനാൽ വൃത്തിയാക്കാൻ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫിന് നിവേദനം നൽകുകയും ചെയ്തു. ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം മുതൽ കുറിഞ്ഞാക്കൽ ഭാഗത്ത് നിന്ന് കുളവാഴിയും ചണ്ടിയും നീക്കുന്നതിന് തുടക്കം കുറിച്ചുവെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. ചണ്ടിയും കുളവാഴിയും കനാലിൽ നിന്ന് കരയ്ക്ക് കയറ്റിയിട്ട് നീരൊഴുക്ക് സുഗമമാക്കുന്നതിന് പകരം കുളവാഴകൾ വെട്ടി ഒഴുക്കിവിടുന്നതിനാൽ ഇവയെല്ലാം പുല്ലഴി ചെറിയ പാലത്തിന്റെ തൂണുകളിലടിഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ട നിലയിലാണ്. മഴ ശക്തമാകുന്നതിന് മുൻപ് കൂടുതൽ തൊഴിലാളികളെ വെച്ച് കനാലുകൾ അടിയന്തരമായി വൃത്തിയാക്കിയില്ലെങ്കിൽ കനാൽ ബണ്ടുകൾ പൊട്ടുകയും തൃശൂർ നഗരപരിസരങ്ങളിലടക്കം വലിയ വെള്ളക്കെട്ടിനിടയാക്കുകയും ചെയ്യുമെന്നാണ് പ്രദേശവാസികളുടെ ആശങ്ക. TCV തൃശൂർ. ദേശമംഗലത്ത് ടൈൽസുമായി വന്ന വാൻ മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. കാപ്പം സ്വദേശി ഷിഹാബിനാണ് പരിക്കേറ്റത്. ദേശമംഗലം എസ്റ്റേറ്റ് പടി കുന്നിക്കുഴി വളവിലാണ് അപകടമുണ്ടായത്. ഷൊർണൂർ ഭാഗത്തു നിന്ന് ആറങ്ങോട്ടുകരയിലേക്ക് പോകുന്ന മിനി വാൻ നിയന്ത്രണം തെറ്റി തലകീഴായി മറിയുകയായിരുന്നു. കുന്നംകുളം അക്കിക്കാവ് കാർ വർക്ക്ഷോപ്പ് ഉടമയ്ക്ക് നേരെ ആക്രമണം. PSM ഡെന്റൽ കോളേജിന് എതിർവശത്ത് പ്രവർത്തിക്കുന്ന ഫോട്ടോസ് കാർ വർക്ക്ഷോപ്പ് ഉടമ കരിക്കാട് പതിയാന വളപ്പിൽ റഹീമിനെയാണ് 10-അംഗ സംഘം ആക്രമിച്ചത്. കുത്തേറ്റ റഹീമിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റഹീമിന്റെ വർക്ക്ഷോപ്പിലേക്ക് അതിക്രമിച്ചു കയറിയ സംഘം കത്തി പോലുള്ള മാരകായുധം ഉപയോഗിച്ച് ശരീരമാകെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. കാർ നന്നാക്കുന്നതുമായി ബന്ധപ്പെട്ട് രാഹുൽ എന്ന വ്യക്തിയുമായി ഉണ്ടായ മുൻവൈരാഗ്യമാണ് ആക്രമണത്തിനിടയാക്കിയതെന്ന് പോലീസ് പറഞ്ഞു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാത കേച്ചേരിയിൽ ലോറിയും മിനി പിക്കപ്പും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ആനക്കല്ല് സ്വദേശി 35 വയസ്സുള്ള നിതിനാണ് മരിച്ചത്. നിയന്ത്രണം വിട്ട ലോറിയും മിനി പിക്കപ്പും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പിക്കപ്പിലും ലോറിയിലും ഉണ്ടായിരുന്ന 7 പേർക്ക് പരിക്കേറ്റു. ആനക്കല്ല് സ്വദേശി മഠത്തിൽ വീട്ടിൽ അജയൻ, വെങ്ങനിശ്ശേരി സ്വദേശി അരുൺ, ചൊവ്വന്നൂർ സ്വദേശി ശ്യാം, കേച്ചേരി സ്വദേശി പ്രദീപ്, അവണിശ്ശേരി സ്വദേശി പ്രദീപ് തുടങ്ങിയവർക്കാണ് പരിക്കേറ്റത്. കുന്നംകുളം അഗ്നിരക്ഷാസേനയും പ്രദേശവാസികളും ചേർന്ന് വാഹനം വെട്ടിപ്പൊളിച്ചാണ് ഉള്ളിൽ കുടുങ്ങിയവരെ പുറത്തെടുത്തത്. 2 വാഹനങ്ങളും പൂർണ്ണമായും തകർന്നു. ചൂണ്ടൽ വെട്ടുകാട് ആശാരിപ്പടിയിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് 15ഓളം പേർക്ക് പരിക്കേറ്റു. തൃശൂർ കുന്നംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളാണ് അപകടത്തിൽപ്പെട്ടത്. രാവിലെ കേച്ചേരിയിൽ മറ്റൊരു അപകടം നടന്നതിനെ തുടർന്ന് റോഡിൽ കനത്ത ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് വെട്ടുകാട് ആശാരിപ്പടി വഴി ചൂണ്ടലിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സും എതിർദിശയിൽ വരികയായിരുന്ന സ്വകാര്യ ബസ്സും തമ്മിൽ ആശാരിപ്പടിയിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ ചൂണ്ടലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വീണ്ടും വാർത്തകളിലേക്ക്. ഗുരുവായൂരിലെ സ്വകാര്യ ലോഡ്ജിൽ പോലീസ് ഉദ്യോഗസ്ഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിലെ നാർക്കോട്ടിക് സെൽ ASI, ആലപ്പുഴ മാരാരിക്കുളം സ്വദേശി 52 വയസ്സുള്ള ശാന്തകുമാറിനെയാണ് കിഴക്കേനടയിലെ സ്വകാര്യ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെള്ളിയാഴ്ച പുലർച്ചെ 1:30 ഇയാൾ ലോഡ്ജിൽ മുറിയെടുത്തത്. മുറി വൃത്തിയാക്കാൻ എത്തിയവർ വാതിലിൽ തട്ടിയിട്ടും പ്രതികരണമില്ലാത്തതിനെ തുടർന്ന് ടെമ്പിൾ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി വാതിൽ തകർത്താണ് അകത്തു കയറിയത്. പോലീസ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ഇയാളെ കാണാനില്ലെന്ന് കാണിച്ച് ബന്ധുക്കൾ ആലപ്പുഴ സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു.
സാമ്പത്തിക ബാധ്യതയാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വിവാദങ്ങൾക്ക് വിട നൽകി ഗുരുവായൂർ നഗരസഭാ ടൗൺ ഹാളിൽ ലോകകപ്പ് ഫുട്ബോൾ പ്രദർശനം ആരംഭിച്ചു. പ്രദർശനത്തിന് അനുമതി നൽകിയ നഗരസഭാ കൌൺസിലിന്റെ തീരുമാനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ റദ്ദാക്കിയത് വലിയ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും കാരണമായിരുന്നു. തുടർന്ന് NK അക്ബർ MLA വിഷയത്തിൽ ഇടപെടുകയും നഗരസഭയുടെ ബൈലോ വ്യവസ്ഥകളും കൌൺസിലിന്റെ തീരുമാനവും മാനിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതോടെ ജോയിന്റ് ഡയറക്ടർ വിലക്ക് നീക്കി ഉത്തരവിറക്കുകയായിരുന്നു. GSA എന്ന സംഘടനയുമായി സഹകരിച്ച് പ്രദർശനം നടത്താനായിരുന്നു നഗരസഭയുടെ തീരുമാനം. എന്നാൽ സൗജന്യമായി ഹാൾ അനുവദിക്കുന്നത് സാമ്പത്തിക നഷ്ടമുണ്ടാക്കുമെന്ന നഗരസഭാ സെക്രട്ടറിയുടെ വിയോജനക്കുറിപ്പ് തർക്കങ്ങൾക്ക് വഴിവെച്ചു. ഇതിനെ തുടർന്ന് സെക്രട്ടറിയെ കൌൺസിലർമാർ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ പോലീസ് കേസെടുത്തിരുന്നു. കായിക പ്രേമികളുടെയും ജനപ്രതിനിധികളുടെയും പ്രതിഷേധങ്ങൾക്കൊടുവിൽ സർക്കാർ നിയമങ്ങൾ പാലിച്ച് കൌൺസിലിന്റെ തീരുമാനം നടപ്പിലാക്കാൻ അധികൃതർ അനുമതി നൽകുകയായിരുന്നു. പ്രദർശനത്തിന്റെ ഉദ്ഘാടനം NK അക്ബർ MLA നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ അധ്യക്ഷയായി. വൈസ് ചെയർമാൻ KK ജ്യോതിരാജ്, സ്ഥിരം സമിതി അധ്യക്ഷരായ AT ഹംസ, ഷാനി റജി, ബിന്ദു അജിത് കുമാർ, സംഘാടക സമിതി ചെയർമാൻ KR സൂരജ്, മമ്മിയൂർ ദേവസ്വം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ GK പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, ഗുരുവായൂർ. ഓട്ടുപാറയിൽ മണ്ണുമാന്തി യന്ത്രം കയറ്റിയ ലോറി മദ്യലഹരിയിൽ അശ്രദ്ധമായി ഓടിച്ച് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച ഡ്രൈവർ വടക്കാഞ്ചേരി പോലീസിന്റെ പിടിയിലായി. മരത്താക്കര സ്വദേശി പ്രിൻസാണ് പിടിയിലായത്. വാഴാനി ഭാഗത്തുനിന്നും എങ്കക്കാട് ഗേറ്റ് കടന്നെത്തിയ ലോറി ഗേറ്റ് കടന്നയുടൻ റോഡിന്റെ ഇടതുവശത്ത് പാർക്ക് ചെയ്തിരുന്ന ബൈക്കിലിടിക്കുകയും സമീപത്തെ വൈദ്യുത ട്രാൻസ്ഫോർമറിന്റെ വശത്തേക്ക് അപകടകരമായി ചെരിയുകയുമായിരുന്നു. മദ്യലഹരിയിലായ ഡ്രൈവർക്ക് വാഹനം മുന്നോട്ടെടുക്കാൻ സാധിക്കാതെ വന്നതോടെ നാട്ടുകാർ ഇടപെട്ട് ലോറി തടയുകയും പോലീസിനെ വിവരം അറിയിക്കുകയുമായിരുന്നു. പോലീസ് നടത്തിയ പരിശോധനയിൽ ഡ്രൈവർ അമിതമായി മദ്യപിച്ചതായി കണ്ടെത്തി. തുടർന്ന് മറ്റൊരു ഡ്രൈവറെ എത്തിച്ചാണ് ലോറി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയത്. സംസ്ഥാന പോലീസ് തലപ്പത്ത് അഴിച്ചുപണി. K കാർത്തികേയൻ, തൃശൂർ DIG. P. വിജയൻ ക്രമസമാധാന ചുമതലയുള്ള ADGP, ദിനേന്ദ്ര കശ്യപിനെ ഇന്റലിജൻസ് മേധാവിയായും S. ശ്രീജിത്തിനെ ജയിൽ മേധാവിയായും നിയമിച്ചു. H. വെങ്കടേഷാണ് ക്രൈംബ്രാഞ്ച് മേധാവി. തിരുവനന്തപുരം കമ്മീഷണറായി അരുൾ B. കൃഷ്ണയെയും പോലീസ് ആസ്ഥാനത്ത് IG ആയി ഹർഷിത അട്ടല്ലൂരിയെയും ഇന്റലിജൻസ് IG ആയി R. നിശാന്തിനിയെയും നിയമിച്ചു. ബൽറാം കുമാർ ഉപാധ്യായയാണ് ബറ്റാലിയൻ ADGP. യതീഷ് ചന്ദ്ര എറണാകുളം റേഞ്ച് DIG ആകും. T. നാരായണനെ കണ്ണൂർ റേഞ്ച് DIG ആയും K. കാർത്തികിനെ തൃശൂർ റേഞ്ച് DIG ആയും AP. ഷൌക്കത്ത് അലിയെ കോഴിക്കോട് കമ്മീഷണറായും നിയമിച്ചു. ജില്ലാ പോലീസ് മേധാവിമാർക്കും മാറ്റം. മേറി ജോസഫ് കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവിയായും പ്രശാന്തൻ കാണി തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവിയായും സാബു മാത്യു കോട്ടയം ജില്ലാ പോലീസ് മേധാവിയായും ഷാജി സുഗണൻ കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവിയായും TK വിഷ്ണു പ്രദീപ് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയായും A. അബ്ദുൾ റഷീദ് പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയായും S. ദേവ മനോഹർ വയനാട് ജില്ലാ പോലീസ് മേധാവിയായും നിതിൻ രാജ് കാസർകോട് ജില്ലാ പോലീസ് മേധാവിയായും നിയമിച്ചു. വിജയഭാരത് റെഡ്ഡിയെ കണ്ണൂർ കമ്മീഷണറായും മുഹമ്മദ് നദിമുദ്ദീനെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയായും ഉമേഷ് ഗോയൽ കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയായും A. നസീമിനെ ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയായും നിയമിച്ചു. TCV ന്യൂസ്, തൃശൂർ. മന്ത്രി OJ ജനീഷിനെതിരെ ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ഭർത്താവായ BJP നേതാവ് AR ശ്രീകുമാറിൽ നിന്ന് ക്രൂരമായ ഗാർഹിക പീഡനത്തിനിരയായ യുവതി ചികിത്സയും സംരക്ഷണവും ആവശ്യപ്പെട്ട് വിളിച്ചപ്പോൾ അവഗണിച്ച മന്ത്രി OJ ജനീഷിന്റെ നിലപാട് സത്യപ്രതിജ്ഞാ ലംഘനവും ഭരണഘടനാ ലംഘനവുമാണെന്നും വിഷയത്തിൽ അടിയന്തര പ്രാധാന്യത്തിൽ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടാണ് ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. പൂവത്തൂർ സെന്ററിന് സമീപം നിർത്തിയിട്ട കാറിന് പുറകിൽ മറ്റൊരു കാർ ഇടിച്ച അപകടത്തിൽ പൂവത്തൂർ സ്വദേശികളായ 1 വയസ്സ് പ്രായമുള്ള കുട്ടി ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. മുല്ലശ്ശേരി ഭാഗത്തുനിന്നും വന്ന കാർ മറ്റൊരു വാഹനത്തിന് സൈഡ് നൽകുന്നതിനിടെ വൈദ്യുതി പോസ്റ്റിന്റെ തറയിലിടിച്ച് ടയർ പൊട്ടി നിയന്ത്രണം വിട്ട് നിർത്തിയിട്ടിരുന്ന കാറിലിടിക്കുകയായിരുന്നു. വിൽപ്പനയ്ക്കായി എത്തിച്ച 13.21 ഗ്രാം MDMA-യുമായി ഫുഡ് ഡെലിവറി ബോയ് പിടിയിൽ. പുത്തൂർ പുത്തൻകാട് സ്വദേശി അവന്നാളി വീട്ടിൽ ഗോപകുമാറിനെയാണ് മണ്ണുത്തി പോലീസും തൃശൂർ സിറ്റി ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്ന് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം മണ്ണുത്തിയിൽ നടത്തിയ പരിശോധനയിൽ സംശയാസ്പദമായ രീതിയിൽ കണ്ട ഫുഡ് ഡെലിവറി ബോയെ പരിശോധന നടത്തിയപ്പോൾ 0.08 ഗ്രാം MDMA പിടികൂടുകയായിരുന്നു. പിന്നീട് നടത്തിയ വിശദമായ പരിശോധനയിലാണ് പ്രതിയുടെ വീട്ടിൽ നിന്നും വിൽപ്പനയ്ക്കായി ബാംഗ്ലൂരിൽ നിന്നും കൊണ്ടുവന്ന 13.13 ഗ്രാം MDMA കണ്ടെടുത്തത്. മണ്ണുത്തി ഇൻസ്പെക്ടർ CV ബിജു, സബ് ഇൻസ്പെക്ടർമാരായ K ഉണ്ണി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മയക്കുമരുന്ന് പിടികൂടിയത്.
KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചതിന്റെ ഭാഗമായി KSRTC തൃശൂർ ഡിപ്പോയിൽ മധുരവിതരണം നടത്തി ജീവനക്കാർ. ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തിയ മധുരവിതരണത്തിന് ഓർഗനൈസിംഗ് സെക്രട്ടറി PR സുഷകുമാർ, ജില്ലാ സെക്രട്ടറി ലിജി ബെഞ്ചമിൻ, യൂണിറ്റ് സെക്രട്ടറി ജോബി ജോൺ, യൂണിറ്റ് ട്രഷറർ PS സജു എന്നിവർ നേതൃത്വം നൽകി. ചെറുതുരുത്തിയിൽ ക്ലാസ് മുറിയിൽ ഭീതി പരത്തിയ പാമ്പിനെ അധികൃതരെത്തി പിടികൂടി. ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1ാം നിലയിൽ പ്രവർത്തിക്കുന്ന 7ാം ക്ലാസ്സിലാണ് 2 ദിവസമായി പാമ്പ് പേടിയുമായി വിദ്യാർത്ഥികൾ കഴിഞ്ഞിരുന്നത്. വ്യാഴാഴ്ച പാമ്പിനെ കണ്ടതിനെ തുടർന്ന് സ്കൂൾ അധികൃതരെത്തിയപ്പോൾ പാമ്പിനെ കാണാതാവുകയായിരുന്നു. തുടർന്ന് ക്ലാസ്സിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും വേറൊരു ക്ലാസ്സിലേക്ക് മാറ്റി. വെള്ളിയാഴ്ച രാവിലെയും ക്ലാസ് മുറിയിൽ പാമ്പിനെ കണ്ടിരുന്നു. വിവരം അറിയിച്ചതിനെ തുടർന്ന് അധികൃതരെത്തി പാമ്പിനെ പിടിച്ചു. പ്രദേശത്ത് കാട് വളർന്നു നിൽക്കുന്നതാണ് പാമ്പ് ശല്യത്തിന് കാരണമെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു. പാതിവെന്ത ഭക്ഷണവും പൂച്ചക്കുഞ്ഞുങ്ങളും അകത്ത്. ജപ്തി ചെയ്ത വീട് അടച്ചുപൂട്ടിയ വീടിന് മുന്നിൽ കുത്തിയിരിപ്പുമായി വയോധിക. പുല്ലൂറ്റ് പുളിക്കപ്പറമ്പിൽ പരേതനായ ജയചന്ദ്രന്റെ ഭാര്യ 75 വയസ്സുള്ള സരസ്വതിയാണ് കുടിയിറക്കപ്പെട്ടത്. യെസ് ബാങ്ക് അധികൃതരാണ് വീട് ജപ്തി ചെയ്തത്. വിൽപ്പന കരാർ എഴുതിയ വീട്ടിൽ വാടകക്കാരിയായാണ് സരസ്വതി താമസിക്കുന്നത്. വീടും 32 സെന്റ് സ്ഥലവും വാങ്ങിയ വ്യക്തിയെടുത്ത വായ്പയുടെ കുടിശ്ശികയെ തുടർന്നാണ് സരസ്വതിക്ക് വീട് വിട്ടിറങ്ങേണ്ടി വന്നത്. വസ്തുവിൽപ്പന നടത്തിയ വകയിൽ ഇനിയും പണം ലഭിക്കാനുണ്ടെന്ന് സരസ്വതി പറയുന്നു. പോലീസ് സഹായത്തോടെ എത്തിയ ബാങ്ക് അധികൃതർ വീട് പൂട്ടി സീൽ ചെയ്യുകയായിരുന്നു. സരസ്വതിയുടെ മരുന്നുകളും വളർത്തു പൂച്ച കുഞ്ഞുങ്ങളും പുതിയ വീടിനുള്ളിലാണുള്ളത്. വീടൊഴിയുന്നതിന് ഏതാനും ദിവസത്തെ സാവകാശം ആവശ്യപ്പെട്ടുവെങ്കിലും ബാങ്ക് അധികൃതർ തയ്യാറായില്ല. പൊതുപ്രവർത്തകർ ബാങ്ക് അധികാരികളുമായി ബന്ധപ്പെട്ടുവെങ്കിലും നടപടികളിൽ നിന്നും പിന്നോട്ടു പോകാൻ അവർ തയ്യാറായിട്ടില്ല. കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KP സുനിൽകുമാർ, CPM ലോക്കൽ സെക്രട്ടറി PN വിനയചന്ദ്രൻ, വാർഡ് കൗൺസിലർ കവിതാ മധു തുടങ്ങി നിരവധി പേർ സരസ്വതിക്ക് ഐക്യദാർഢ്യവുമായി എത്തിയിരുന്നു. TCV കൊടുങ്ങല്ലൂർ. ലോകകപ്പ് ഫുട്ബോൾ ആവേശം കൊടുമുടിയിൽ എത്തി നിൽക്കെ കൊടകര സർക്കാർ ബോയ്സ് ഹൈസ്കൂൾ സ്റ്റേഡിയത്തിലെ ഗ്യാലറിക്ക് ബ്രസീൽ പതാകയുടെ നിറം നൽകിയ ആരാധകർ. ഇത് 3ാം തവണയാണ് കൊടകരയിലെ ബ്രസീൽ ആരാധകർ ഫിഫ ലോകകപ്പ് കാലത്ത് സ്റ്റേഡിയം ഗ്യാലറിയെ കാനറിപ്പടയുടെ മഞ്ഞയും പച്ചയും കലർന്ന പതാകയുടെ മാതൃകയിൽ ചായം തേച്ച് മനോഹരമാക്കുന്നത്. 2026 വേൾഡ് കപ്പിനെ ആവേശത്തിന്റെ ഭാഗമായിട്ട് കൊടകരയിലെ ബ്രസീൽ ഫാൻസ് ആണ് ഈ സ്റ്റേഡിയം ഇപ്പോൾ ഈ നിലയിൽ ഇങ്ങനെ ഒരു ബ്രസീലിന്റെ ഫ്ലാഗ് ചെയ്തിരിക്കുന്നത്. ഇതിന് മുൻപ് 2 തവണ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തവണയും വേൾഡ് കപ്പിന്റെ ആവേശം ഒട്ടും ചോരാത്ത രീതിയിൽ കൊടകരയിലെ എല്ലാ ബ്രസീൽ ഫാൻസും ബ്രസീൽ ജയിക്കുന്ന ഒരു ആഗ്രഹത്തോടുകൂടി നമ്മുടെ കൊടകര ഗവൺമെന്റ് ബോയ്സ് സ്കൂളിലെ ഈ സ്റ്റേഡിയം ഇത്രയും നന്നായിട്ട് ചെയ്തിരിക്കുകയാണ്. നേരത്തെ 2018, 2022 ഫിഫ ലോകകപ്പ് വേളകളിലും ഇതേ ആരാധക സംഘം സ്റ്റേഡിയത്തിലെ ഗ്യാലറി ബ്രസീലിയൻ നിറങ്ങളിൽ ഒരുക്കിയിരുന്നു. ഇത്തവണയും ആ പതിവ് തെറ്റിച്ചില്ല. ഫുട്ബോൾ പ്രേമികളായ VR സുജിത്ത്, പ്രജീഷ് ഗോവർദ്ധൻ, അബിൻ കൃഷ്ണ, PM ആദർശ്, രാകേഷ് രാജു, വിഷ്ണു ഉണ്ണി, TS ആദിൽ, AB അഭിനവ്, ഷാരോൺ, രോഹിത് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ വർണ്ണവിസ്മയം ഒരുക്കിയത്. 20 ലിറ്റർ പെയിന്റ് ഉപയോഗിച്ച് 2 ദിവസം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഇവർ ഗ്യാലറിയെ കളറാക്കിയത്. ഇത്തവണത്തെ ലോകകപ്പ് മഞ്ഞപ്പട എടുത്തുയർത്തുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഈ ആരാധക കൂട്ടായ്മ. TCV കൊടകര. തൃശൂർ ചെമ്പുക്കാവ് ഹോളി ഫാമിലി സ്കൂളിലും ലോകകപ്പ് ആവേശം. 2000ഓളം കുരുന്നുകളാണ് ഗോൾവല കുലുക്കി ലോകകപ്പ് ആവേശം നെഞ്ചേറ്റിയത്. പൂർവ്വ വിദ്യാർത്ഥിയായ ഈസ്റ്റ് ബംഗാൾ ടീമിന്റെ സഹപരിശീലകൻ ബിനോ ജോർജ് ആദ്യ ഗോളടിച്ച് ഫുട്ബോൾ ആവേശം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ഗ്ലോറി, PTA പ്രസിഡന്റ് ബിനോയ്, സ്കൂൾ ഫുട്ബോൾ കോച്ച് സ്റ്റാൻലി, കായിക അധ്യാപകൻ ഹെഡ്വിൻ എന്നിവർ ഗോൾവല കുലുക്കി. വിവിധ ടീമുകളുടെ ജേഴ്സി അണിഞ്ഞ കുട്ടികളും പങ്കാളികളായി.
അപകടത്തിൽപ്പെട്ട് വഴിയരികിൽ സൂക്ഷിച്ചിരുന്ന ഇരുചക്രവാഹനം മോഷ്ടിച്ച കേസിൽ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. മാള കുരുവിലശ്ശേരി സ്വദേശി വടാശ്ശേരി വീട്ടിൽ പ്രശാന്താണ് അറസ്റ്റിലായത്. ചൊവ്വാഴ്ച മാള പള്ളിപ്പുറത്ത് അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് വെച്ചിരുന്ന ബൈക്കാണ് പ്രതി മോഷ്ടിച്ചത്. പൊയ്യ ചെന്തുരുത്തി സ്വദേശി ദേവർക്കാട്ടിൽ വീട്ടിൽ അശ്വിന്റെ ബൈക്കാണ് മോഷണം പോയത്. പാചക ഗ്യാസ്, പെട്രോൾ, ഡീസൽ വിലവർദ്ധനവിനെതിരെ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ നഗരത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജോൺ വാഴപ്പിള്ളി, രാഘവൻ മുളങ്ങാടൻ, പ്രീജു ആന്റണി, റഹീം പള്ളത്ത്, രാജൻ ഐനിക്കുന്നൻ, ജോസ് താണിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,620 രൂപ, പവന് 1,80,960 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ഭാര്യയെ മർദ്ദിച്ച സംഭവത്തിൽ BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് ശ്രീകുമാറിനെതിരെ കേസെടുത്തു. സമാനതകളില്ലാത്ത ക്രൂരതയാണ് നേരിട്ടതെന്ന് മർദ്ദനത്തിനിരയായ പ്രിയങ്ക. ശ്രീകുമാറിനെതിരെ ഭാര്യ ഉന്നയിച്ച ആരോപണം ഗൗരവകരമെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങളുടെ ആവശ്യങ്ങൾക്കായി റീറ്റെയിൽ പമ്പുകളിൽ നിന്ന് പെട്രോളും ഡീസലും വാങ്ങുന്നത് കേന്ദ്ര സർക്കാർ വിലക്കി. 90 ദിവസത്തേക്കാണ് നിയന്ത്രണം. വിപണിയിൽ മാട്ടിറച്ചി ക്ഷാമം രൂക്ഷം, ഇറച്ചി വിലയും ഉയരുന്നു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മാടുകളുടെ വരവ് കുറഞ്ഞു. ജില്ലയിൽ തെരുവുനായ ആക്രമണം. ചാഴൂരിലും മുള്ളൂർക്കരയിലും തെരുവുനായ ആക്രമണത്തിൽ 9 പേർക്ക് പരിക്കേറ്റു. മാള അണ്ണല്ലൂരിൽ 3 പേരെ കടിച്ച തെരുവുനായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. പൂങ്കുന്നത്ത് മലമ്പാമ്പിൻ കുഞ്ഞുങ്ങളെ കിട്ടിയ വീട്ടിൽ വീണ്ടും തിരച്ചിൽ നടത്തി. മതിൽ പൊളിച്ചു നടത്തിയ തിരച്ചിലിൽ 22 പാമ്പിൻ മുട്ടകൾ കണ്ടെത്തി. ആതിഥേയരായ കാനഡയും USA-യും ലോകകപ്പ് ഫുട്ബോളിൽ ആദ്യ മത്സരത്തിനിറങ്ങുന്നു. ശനിയാഴ്ച പുലർച്ചെ 12:30 കാനഡ ബോസ്നിയയുമായി ഏറ്റുമുട്ടും. പുല്ലഴി KLDC കനാലിലെ ചണ്ടിയും കുളവാഴിയും നീക്കൽ പ്രഹസനമാകുന്നു. MLA രാജൻ പല്ലന്റെ ഇടപെടലിനെ തുടർന്നാണ് ചണ്ടി നീക്കം തുടങ്ങിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.